നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. ജമ്മുകാശ്മീരിലെ പുൽഗാമിൽ ജൂൺ 22 മുതൽ 29 വരെ നടന്ന 19ാമത് ജൂനിയർ ദേശീയ ടഗ് ഓഫ് വാർ ചാമ്പ്യൻഷിപ്പിൽ കേരള ടീം കിരീടം ചൂടി. PGUSM ഘാൽ കപ്പ് 2026-27 ഫൈനലിൽ തകർപ്പൻ വിജയമാണ് കേരളത്തിന്റെ പെൺപട സ്വന്തമാക്കിയത്. തൃശൂർ തിപ്പിലശ്ശേരി സ്വദേശി പാർവതി ഷാജി കേരള ടീമിലെ അഭിമാന താരമായി. ദേശീയവേദിയിൽ കേരളത്തെ പ്രതിനിധീകരിച്ചു കളിച്ച പാർവതിയുടെ പ്രകടനം ഏറെ ശ്രദ്ധേയമായി. സ്വന്തം നാട്ടിലേക്ക് ട്രോഫിയും മെഡലുമായി മടങ്ങിയെത്തിയ പാർവതിക്ക് നാട്യ കൈരളി ഡാൻസ് സ്കൂളും ശ്രീദുർഗ വീരനാട്യ സംഘവും വൻ വരവേൽപ്പോടുകൂടി പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചു. ചെറിയ പ്രായത്തിൽ ദേശീയ നേട്ടം കൈവരിച്ച പാർവതി കേരള കായിക രംഗത്തിന് തന്നെ മാതൃകയാണ്. കാട്ടകാമ്പാൽ വടക്കേക്കാട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കരിച്ചാൽക്കടവ് പാലത്തിലേക്ക് ഉള്ള റോഡിൽ അടിയന്തരമായി വലിയ മെറ്റൽ വിരിക്കണമെന്നും മഴക്കാലമായതിനാൽ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ കടന്നുപോകുന്നതിന് വളരെ അപകടം നിറഞ്ഞ സാഹചര്യത്തിലാണെന്നും ചൂണ്ടിക്കാട്ടി കേരള കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നിൽപ്പു സമരം നടത്തി പ്രതിഷേധിച്ചു. സമരം നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ബിജു പാപ്പച്ചൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് വിൽസൺ ചെറുവത്തൂർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യൂത്ത് ഫ്രണ്ട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിജോയ് മണ്ടുമ്പാൽ, മണ്ഡലം സെക്രട്ടറി ജയ്മോൻ, യൂത്ത് ഫ്രണ്ട് മണ്ഡലം പ്രസിഡന്റ് ബെൻസൺ ബാബു, ലിഷ, ബിജു ബാബു, ബിനിൽ മണ്ടുമ്പാൽ എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് തൈക്കാട് മണ്ഡലം കമ്മിറ്റിക്ക് കീഴിലുള്ള 14ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയോജനങ്ങൾക്ക് ആദരവും ഉമ്മൻചാണ്ടി വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കുടുംബത്തിനും സമൂഹത്തിനും ഒരു കാലഘട്ടത്തിൽ ഉപകാരപ്രദമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചവരാണ് ഇന്നത്തെ വയോജനങ്ങൾ. അവരെ സംരക്ഷിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും അനിവാര്യമാണെന്ന് ജോസഫ് ടാജറ്റ് പറഞ്ഞു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സംസ്ഥാനത്ത് വയോജന വകുപ്പ് രൂപീകരിക്കുകയും ആ വകുപ്പിനെ അതീവ ഗൗരവത്തോടെ കണ്ട് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന സർക്കാരാണ് നാട് ഭരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുൻ കൗൺസിലർ AP ബാബു മാസ്റ്റർ അധ്യക്ഷനായി. ചടങ്ങിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ഉമ്മൻചാണ്ടി പുരസ്കാര വിതരണം CCC സെക്രട്ടറി AT സ്റ്റീഫൻ മാസ്റ്റർ വിതരണം ചെയ്തു. DCC സെക്രട്ടറി സിജു പാവർട്ടി, കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് CJ സ്റ്റാൻലി, തൈക്കാട് മണ്ഡലം പ്രസിഡന്റ് BV ജോയ്, കൗൺസിലർമാരായ MV ബിജു, റഷീദ് കുന്നിക്കൽ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് AR അരുൺ, വാർഡ് കമ്മിറ്റി സെക്രട്ടറി MV ജോൺസൺ എന്നിവർ സംസാരിച്ചു. ആഗസ്റ്റ് മാസത്തിൽ തൃശൂരിൽ ചേരുന്ന DYFI 16ാം സംസ്ഥാന സമ്മേളനം വിജയിപ്പിക്കുന്നതിന്റെ ഭാഗമായി കേച്ചേരി മേഖലാതല സ്വാഗത സംഘം രൂപീകരിച്ചു. CPIM കേച്ചേരി ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ ചേർന്ന സ്വാഗത സംഘ രൂപീകരണ യോഗം CPIM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗവും കേച്ചേരി ലോക്കൽ സെക്രട്ടറിയുമായ TC സെബാസ്റ്റ്യൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് ഫഹദ് മുസ്തഫ അധ്യക്ഷനായി. CPIM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗവും DYFI മുൻ ജില്ലാ സെക്രട്ടറിയുമായ PB അനൂപ്, DYFI കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് സെക്രട്ടറി KA സൈഫുദ്ദീൻ, കേച്ചേരി മേഖലാ സെക്രട്ടറി സച്ചിൻ പ്രകാശ്, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ്, DYFI മേഖലാ എക്സിക്യൂട്ടീവ് അംഗം PS നിവേദ എന്നിവർ സംസാരിച്ചു. മേഖലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ VM നിസാം, AK സനൽ, VB റാഷിദ്, PK അജാസ് എന്നിവർ നേതൃത്വം നൽകി. കാണിപ്പയൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ 2025-26 അധ്യയന വർഷത്തിൽ SSLC, +2 പരീക്ഷകളിൽ എല്ലാ വിഷയത്തിലും A+ നേടി ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കലും അവാർഡ് വിതരണവും നടത്തി. ബാങ്ക് ഹെഡ് ഓഫീസ് ഹാളിൽ ബാങ്ക് പ്രസിഡന്റ് CV ജോയ് അധ്യക്ഷത വഹിച്ച ആദരവ് 2026-ൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് ഗിരീഷ് കുമാർ സ്വാഗതം പറഞ്ഞു. ഭരണസമിതി അംഗങ്ങളായ ശശി പൂവത്ത്, നാലകത്ത് മുത്തു, ഉണ്ണികൃഷ്ണൻ, ഷീബ സൈമൺ, ശ്രീകല ശങ്കരനാരായണൻ, ഫാത്തിമ കുഞ്ഞുമണി, വിലാസിനി മോഹൻ, സുമയ്യ തൗഹീദ്, ബാങ്ക് സെക്രട്ടറി നസീർ MM തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. UNAയുടെയും സഭാവിരുദ്ധ ശക്തികളുടെയും അവഹേളനങ്ങൾക്കെതിരെ കുന്നംകുളം സെന്റ് സെബാസ്റ്റ്യൻ ഇടവക സമൂഹം ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കൂടിയ പ്രതിഷേധ യോഗത്തിൽ ഇടവക നടത്തുകൈക്കാരൻ ജോഫി ജോസഫ് പ്രതിഷേധ പ്രമേയം അവതരിപ്പിച്ചു. പ്രതിഷേധ യോഗത്തിന് ഇടവക വികാരി ഫാദർ ഡെയ്സൺ മുണ്ടോപുരം, ഇടവക കൈക്കാരന്മാർ, പ്രതിനിധി യോഗാംഗങ്ങൾ, കുടുംബ കൂട്ടായ്മ കേന്ദ്രസമിതി കൺവീനർ, ഭക്തസംഘടന ഏകോപന സമിതി കൺവീനർ എന്നിവർ നേതൃത്വം നൽകി. വാഗ സെന്റ് സെബാസ്റ്റ്യൻ ഇടവകയിൽ UNA സമരത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തി. UNAയുടെയും സഭാ വിരുദ്ധ ശക്തികളുടെയും അവഹേളനങ്ങൾക്കെതിരെ വാഗ ഇടവകയിൽ പ്രതിഷേധ യോഗം നടത്തി. വികാരി ഫാദർ ജോബി പുത്തൂർ അധ്യക്ഷനായി. കേന്ദ്ര സമിതി കൺവീനർ KT ലാസർ,
പാസ്റ്ററൽ കൗൺസിൽ അംഗം ഷാജി ജോസഫ്, ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ സ്റ്റാഫ് KA സണ്ണി എന്നിവർ സംസാരിച്ചു. കൈക്കാരന്മാരായ CJ വിൽസൺ, KJ തോമസ് എന്നിവർ നേതൃത്വം നൽകി. സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ വിശ്വാസികളുടെ വൻ പ്രതിഷേധ സദസ്സ്. UNA-യുടെയും സഭാവിരുദ്ധ ശക്തികളുടെയും തുടർച്ചയായ അവഹേളനങ്ങൾക്കെതിരെയാണ് 2026 ജൂലൈ 5 ഞായറാഴ്ച പ്രതിഷേധ ദിനം ആചരിച്ചത്. ഇടവകയിൽ പ്രതിഷേധത്തിൽ അണിനിരന്ന വിശ്വാസികൾ തൃശൂർ അതിരൂപതയെയും അതിരൂപത അധ്യക്ഷനെയും അവഹേളിക്കുന്നതിനെതിരെയും ജൂബിലി മിഷൻ ആശുപത്രി തകർക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെയും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. സഭയുടെ വിശ്വാസത്തിലും സ്ഥാപനങ്ങളിലും കൈവയ്ക്കുന്നവർക്ക് ശക്തമായ മറുപടി നൽകുമെന്ന് യോഗം പ്രഖ്യാപിച്ചു. ആർച്ച് പ്രീസ്റ്റ് റവറന്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ നിതിൻ താഴത്ത് സന്നിഹിതനായിരുന്നു. തൃശൂർ അതിരൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ജൂബിലിയിൽ മാന്യമായ ശമ്പളമാണ് നൽകുന്നതെന്നും മിനിമം സാലറി തീരുമാനിക്കേണ്ടത് അതിരൂപതയല്ല ഗവൺമെന്റാണെന്നും അധ്യക്ഷൻ കൂട്ടിച്ചേർത്തു. ട്രസ്റ്റിമാരായ ഫ്രാൻസിസ് ചിരിയങ്കണ്ടത്ത്, ഫ്രാൻസിസ് ചൊവ്വലൂർ, ഹൈസൺ PA, സേവ്യർ വാക്കയിൽ, കുടുംബ കൂട്ടായ്മ കേന്ദ്രസമിതി കൺവീനർ ഫിലിപ്പ് CT, ഏകോപന സമിതി കൺവീനർ ഷാജു CJ എന്നിവർ നേതൃത്വം നൽകി. പുന്നൂർകുളം പഞ്ചായത്ത് 17-ാം വാർഡ് UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിച്ചു. 17-ാം വാർഡ് UDF കമ്മിറ്റി ഓഫീസിൽ നടത്തിയ ആദരിക്കൽ ചടങ്ങ് പുന്നൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ സൈനബ ഷുക്കൂർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുബൈദ പാലക്കൽ പ്രതിഭകൾക്ക് ഉപഹാര സമർപ്പണത്തിന്റെയും മൊമന്റോ വിതരണത്തിന്റെയും ഉദ്ഘാടനം നടത്തി. മന്ദലാംകുന്ന് മുഹമ്മദ് ഉണ്ണി അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി AM അലാവുദ്ദീൻ, MC ഗഫൂർ, മൂസ ആലത്തയിൽ, പിലാക്കൽ ഖാസിം, ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു. UDF 17-ാം വാർഡ് കമ്മിറ്റി പ്രവർത്തകർ നേതൃത്വം നൽകി. പോപ്പുലർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വാർഷിക പൊതുയോഗത്തിൽ 2026-27 വർഷത്തെ പ്രസിഡന്റായി ബിനോയ് CU, വൈസ് പ്രസിഡന്റ് അഷ്റഫ് മാറഞ്ചേരി, സെക്രട്ടറി ഡെർബി CK, ജോയിന്റ് സെക്രട്ടറിയായി വേണു ഏറത്ത്, ട്രഷറർ ശിവദാസൻ എന്നിവരെ തെരഞ്ഞെടുത്തു. കുന്നംകുളം ഗുഡ് ഷെപ്പേർഡ് ധ്യാന കേന്ദ്രത്തിൽ ആത്മാഭിഷേക കൺവെൻഷൻ സംഘടിപ്പിക്കുന്നു. ജൂലൈ 7, 8, 9, 10 തീയതികളിൽ നടക്കുന്ന കൺവെൻഷനിൽ ഫാദർ ജിൻസ് ചീങ്കല്ലിൽ, ഫാദർ ബോസ്കോ ഞാളിയത്ത്, ഫാദർ ബേണി വർഗീസ് എന്നിവർ പങ്കെടുക്കും. ഏകലവ്യൻ എന്ന തൂലികാനാമത്തിൽ എഴുതിയിരുന്ന പ്രശസ്ത നോവലിസ്റ്റ് കൊള്ളന്നൂർ പരേതനായ KM മാത്യുവിന്റെ ഭാര്യ ലീല മാത്യു നിര്യാതയായി 85 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടക്കും. സലിൽ മാത്യു, ഡോക്ടർ സുനിൽ മാത്യു എന്നിവർ മക്കളാണ്. പോർക്കുളം ചാണയിൽ ഗോപാലൻ ഭാര്യ സരോജിനി നിര്യാതയായി 94 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. ലളിത, മാലതി, സുരേന്ദ്രൻ, ഗോകുൽദാസ്, ജയൻ, ഷീജ എന്നിവർ മക്കളാണ്. ഇതോടെ സ്പോർട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.